ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറീസ് കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ആൻമരിയയ്ക്കുണ്ടായ ഭയാനകമായ ഒരു അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മരിയയുടെ ജീവിതത്തിലുണ്ടായ ആ ഇൻസിഡന്റ് ആൻമരിയയുടെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ പേര് ആൻമരിയ. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലെ ജനലഴികളിലൂടെ നോക്കിയാൽ ദൂരെയുള്ള കടൽ കാണാം. എൻ്റെ മനസ്സും ആ കടൽ പോലെ തന്നെ പ്രക്ഷുബ്ധമായിരുന്നു. എനിക്ക് അച്ഛനില്ല. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ഒരു വാഹനാപകടത്തിൽ അച്ഛനെ എനിക്ക് നഷ്ടമായി. എൻ്റേത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആരോടും അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. എൻ്റെ ആ സ്വഭാവം മാറ്റിയെടുത്ത ആളായിരുന്നു ജിൻസി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ജിൻസിയുടെ വീട്. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. ഒരേ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. പക്ഷേ സ്വഭാവത്തിൽ ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. അവൾ നന്നായി പഠിക്കും, അതിലുപരി നല്ല സ്മാർട്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പമ്മി പതുങ്ങി നിന്നാലും ജിൻസി ഒരു പേടിയും കൂടാതെ ഉറക്കെ സംസാരിക്കുമായിരുന്നു. ജിൻസി എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ധൈര്യമാണ് ഉണ്ടായിരുന്നത്. അവളുടെ വീട്ടിലെ അവസ്ഥയും എൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവരെയും വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ഊർജം അവൾക്കുണ്ടായിരുന്നു. അത് അവൾ എനിക്കും പകർന്നു തന്നിരുന്നു. 12th എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന ആ സമയത്താണ് ഞങ്ങളുടെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ട തീരുമാനം ഞങ്ങൾ എടുത്തത്. അവൾ ഉയർന്ന മാർക്കോടെ +2 പാസ്സായി. എനിക്കും തരക്കേടില്ലാത്ത മാർക്കുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം വൈപ്പിൻ ബീച്ചിലിരിക്കുമ്പോഴാണ് ജിൻസി അക്കാര്യം ചോദിച്ചത്. മറിയ, നമുക്ക് കാനഡയ്ക്ക് പോയാലോ? ഞാനത് ചിരിച്ചു തള്ളി. കാരണം എറണാകുളം വിട്ട് പുറത്തു പോകാത്ത എന്നോടാണ് അവൾ കാനഡയ്ക്ക് പോകുന്ന കാര്യം ചോദിക്കുന്നത്. എന്നാലും ഞാൻ അവളോട് ചോദിച്ചു, പാസ്പോർട്ടിന് പോലും പണമില്ലാത്ത നമ്മളെങ്ങനെ കാനഡയ്ക്ക് പോകാനാണ്? എനിക്കത് തമാശയായിട്ടാണ് തോന്നിയെങ്കിലും ജിൻസി ആ വിഷയത്തെപ്പറ്റി വളരെ ഗൗരവമായിട്ടാണ് അന്ന് സംസാരിച്ചത്. നമുക്ക് അവിടെ പോയി പഠിക്കാം, കൂടെ എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യാം. ആ പണം കൊണ്ട് നമുക്ക് ലോണും കടവും ഒക്കെ വീട്ടാം. ജിൻസി ഏറെ ആത്മവിശ്വാസത്തോടെയാണ് അന്ന് സംസാരിച്ചത്. ആദ്യം ഞാൻ എതിർത്തു. എനിക്ക് പേടിയായിരുന്നു. വീട് വിട്ട് നാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ജിൻസി വിട്ടില്ല. അവൾ ഓരോ കാര്യങ്ങളും എനിക്ക് വിവരിച്ചു തന്നു. ഒടുവിൽ മെല്ലെ മെല്ലെ ആ സ്വപ്നം എൻ്റെ മനസ്സിലും വേരുപിടിച്ചു. കാനഡയിൽ പോയി പഠിക്കണമെന്ന കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ വലിയ പൊട്ടിത്തെറിയാനുണ്ടായത്. അന്നന്നത്തെ ചിലവ് കഴിഞ്ഞു പോകുന്നത് തന്നെ വല്ല വിധേനയുമാണ്. പിന്നെ എങ്ങനെയാണ് വിദേശത്തേക്ക് അയക്കുന്നത്? അമ്മയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ ആകെ തളർന്നു പോയി. ജിൻസിയുടെ വീട്ടിലും സമാനമായ അവസ്ഥയായിരുന്നു. പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പഠനത്തിനുള്ള പണം അവിടെ ജോലി ചെയ്ത് ഞങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളാം, നിങ്ങളൊന്ന് സമ്മതിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഞാനും ജിൻസിയും വാശി പിടിച്ചു. ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ വീട്ടുകാർ ഒടുവിൽ കീഴടങ്ങി. കാനഡയിൽ ചെന്നാൽ ഉടനെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ഒരുപാട് ആലോചനകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. മെഡിക്കൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന ടെക്നിക്കൽ കോഴ്സ് പഠിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഹെൽത്ത് കെയർ മേഖലയിൽ വലിയ സാധ്യതകളുള്ള ഒന്നാണത്. 12th കഴിഞ്ഞവർക്ക് ജോലിയോടൊപ്പം ചെയ്യാൻ പറ്റിയ മികച്ചൊരു കോഴ്സാണിതെന്ന് ജിൻസി കണ്ടെത്തി. ആ കോഴ്സ് പൂർത്തിയാക്കിയാൽ അവിടെ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാം. അങ്ങനെ ഞങ്ങൾ യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. മുന്നിലേറെ പ്രതിസന്ധികൾ ഉണ്ടെന്നറിയാമായിരുന്നു. പക്ഷേ ജിൻസി കൂടെയുള്ളപ്പോൾ എന്തിന് പേടിക്കണമെന്ന ചിന്തയായിരുന്നു എനിക്ക്. ഞങ്ങളുടെ യാത്രക്കുള്ള പണം കണ്ടെത്തുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായിരുന്നു. വീടിന്റെ ആധാരം പണയം വെച്ചും അമ്മയുടെ കൈവശമുണ്ടായിരുന്ന ഇത്തിരി പൊന്നുള്ളത് വിറ്റും നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയുമാണ് ആ വലിയ തുക ഞങ്ങൾ സംഘടിപ്പിച്ചത്. എയർപോർട്ടിൽ വെച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. പഠിച്ച് ജോലി വാങ്ങി ഞാൻ കാരണം ഉണ്ടാക്കി വെച്ച കടങ്ങൾ ഞാൻ തന്നെ തീർത്തിരിക്കും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്താണ് ഞാൻ അന്ന് അമ്മയോട് വിട പറഞ്ഞത്. കണ്ണീരോടെയാണെങ്കിലും ഞാനും ജിൻസിയും പുതിയൊരു ജീവിതത്തിലേക്ക് വിമാനം കയറി.
കാനഡയിലെ ടൊറാൻഡോ എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ ഞങ്ങളെ വരവേറ്റത് കഠിനമായ തണുപ്പായിരുന്നു. നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഒരു താൽക്കാലിക താമസ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അതൊരു ചെറിയ മുറിയായിരുന്നു. എങ്കിലും അതിന്റെ വാടക കേട്ടപ്പോൾ ഞങ്ങളുടെ കിളി പോയി. ഞങ്ങൾ കരുതിയിരുന്ന ബജറ്റിനേക്കാൾ ഇരട്ടിയായിരുന്നു അതിന്റെ വാടക. ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പണം പകുതിയായി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പണം ചിലവാക്കുമ്പോൾ പോലും 10 തവണ ചിന്തിക്കേണ്ട അവസ്ഥയായി. അവിടെ താമസം ശരിയാക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പഠനവും തുടങ്ങണമായിരുന്നു. പഠിക്കാനുള്ള ഫീസ് കണ്ടെത്താനും ദിവസേനയുള്ള ചിലവുകൾക്കും ഒരു ജോലി അത്യന്താപേക്ഷിതമായിരുന്നു. കോളേജിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഞങ്ങൾ ജോലി തേടി ഇറങ്ങി. അവസാനം ഭാഗ്യം ഞങ്ങളെ തേടിയെത്തി. ഒരു പ്രമുഖ കോഫി ഷോപ്പിൽ ഞങ്ങൾക്ക് 2 പേർക്കും പാർട്ട് ടൈം ജോലി ലഭിച്ചു. അത് രാവിലെ എഴുന്നേറ്റ് കോളേജിൽ പോകുന്നതിന് മുമ്പും ശേഷവും അവിടെ ഷിഫ്റ്റുകളിൽ ഞങ്ങൾ ജോലി ചെയ്തു. ആദ്യമൊക്കെ ആ ജോലി ചെയ്യാൻ ഞങ്ങൾക്കേറെ പ്രയാസമുണ്ടായിരുന്നു. വൈകുന്നേരം തിരികെ മുറിയിലെത്തുമ്പോൾ കാലുകൾ വേദനയും തണുപ്പും കൊണ്ട് മരച്ചു പോകുമായിരുന്നു. എങ്കിലും കയ്യിൽ കിട്ടിയ ആദ്യത്തെ പ്രതിഫലം അത് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. താൽക്കാലിക താമസ സ്ഥലത്തെ ഉയർന്ന വാടക താങ്ങാൻ വയ്യാതെ വന്നപ്പോൾ ഞങ്ങൾ പുതിയൊരിടത്തിനായി പരക്കം മാഞ്ഞു. അങ്ങനെയാണ് സിറ്റിയുടെ പ്രാന്തപ്രദേശത്തുള്ള ആ വലിയ വീടിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. കാണാൻ നല്ല ഭംഗിയുള്ള പഴമ തോന്നിക്കുന്ന ഒരു വീട്. അമ്പരപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പരിസരത്തുള്ള മറ്റു വീടുകളെ അപേക്ഷിച്ച് അതിന് വാടക വളരെ കുറവായിരുന്നു. ആ വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള വലിയൊരു മുറിയാണ് ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയത്. കുറച്ചെങ്കിലും പണം മിച്ചം വെക്കാമെന്ന ചിന്തയിൽ ഞങ്ങൾ മറ്റൊന്നും ആലോചിച്ചില്ല. ആ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കോളേജിലേക്ക് അധികം ദൂരമില്ലായിരുന്നു. ആ വലിയ വീടിന്റെ ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിയിരുന്നു. സിറ്റിയിലെ തിരക്കുകളിൽ നിന്ന് മാറി മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു വഴിയുടെ അറ്റത്തായിരുന്നു ആ വീട്. വിക്ടോറിയൻ ശൈലിയിലുള്ള ഒരു പഴയ മനോഹരമായ കെട്ടിടം. ഇത്രയും വലിയൊരു വീട്ടിൽ ഇത്ര കുറഞ്ഞ വാടകയ്ക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരിടം കിട്ടുക എന്നത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ജിൻസി വളരെ ആവേശത്തിലായിരുന്നു. ആ വീട് കണ്ടപ്പോൾ അത് നമ്മുടെ ഭാഗ്യമാണെന്നാണ് അവൾ പറഞ്ഞത്. വീടിന്റെ ഓണറെ കാണാൻ കാത്തു നിന്നപ്പോഴാണ് അടുത്ത വീട്ടിലെ കാർപോർച്ചിൽ ഒരു മലയാളി കുടുംബത്തെ കണ്ടത്. അവർ ഞങ്ങളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഞങ്ങൾ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പത്തനംതിട്ട സ്വദേശികളായ അവർ വർഷങ്ങളായിട്ട് അവിടെ സ്ഥിര താമസമാക്കിയവരായിരുന്നു. കുശലാന്വേഷണങ്ങൾക്കിടയിൽ ആ ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ വന്നവരാണോ? ഞങ്ങൾ അതേ എന്ന് തലയാട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വല്ലാതെയായി. ഇതിനു മുമ്പും ഒരുപാട് പേർ ആ വീട്ടിൽ താമസിക്കാൻ വന്നിട്ടുണ്ടെന്നും അവരിൽ ഒരാൾ പോലും 1 മാസം തികച്ച് അവിടെ നിന്നിട്ടില്ലെന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. എന്തിനാണ് അവരെല്ലാം അവിടം വിട്ട് പോയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ ഒരു കൃത്യമായ മറുപടി ഇല്ലായിരുന്നു. എന്തൊക്കെയോ അസ്വാഭാവികതകൾ അവിടെ ഉണ്ടെന്നും നിങ്ങൾ മറ്റെവിടെയെങ്കിലും താമസം തരപ്പെടുത്തുന്നതായിരിക്കും നല്ലതുമെന്നുമാണ് ആ ചേട്ടന്റെ ഭാര്യ പറഞ്ഞത്. അവരുടെ ആ വാക്കുകൾ എന്റെ ഉള്ളിൽ ഭയത്തിന്റെ വിത്തുപാകി. അതോടെ എനിക്കാകെ വെപ്രാളമായി. മറ്റെവിടെയെങ്കിലും താമസ സൗകര്യം ശരിയാക്കാമെന്ന് ഞാൻ ജിൻസിയോട് പറഞ്ഞെങ്കിലും അവൾ അതിന് സമ്മതിച്ചില്ല. അവൾ കൂളായി എന്നോട് പറഞ്ഞു, നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഇങ്ങനെ ഓരോ കഥകൾ പറയുന്നവർ എവിടെയും ഉണ്ടാകും. നമ്മൾ അതൊന്നും കാര്യമാക്കേണ്ട. പഠിക്കാനും ജോലി ചെയ്യാനുമാണ് നമ്മൾ ഇവിടേക്ക് വന്നത്, അല്ലാതെ ഇവിടം ചുറ്റി കാണാനല്ല. എന്നിട്ടും ഞാൻ സമ്മതിച്ചില്ല. എന്റെ വാശിക്ക് മുന്നിൽ ജിൻസി തോറ്റു. ആ വീട് വേണ്ടെന്ന് വെച്ച് അടുത്ത 3 ദിവസം ഞങ്ങൾ പുതിയൊരു താമസ സ്ഥലം തേടി അലഞ്ഞു. പക്ഷേ കണ്ടെത്തിയ സ്ഥലങ്ങളെല്ലാം ഒന്നുകിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വാടക, അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്നും കോളേജിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയായിരുന്നു. കയ്യിലുള്ള പണം ദിവസങ്ങൾ ചെല്ലുന്തോറും കുറഞ്ഞുകൊണ്ടേയിരുന്നു. ജിൻസിയുടെ മുഖത്തെ നിരാശ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു പോകുമെന്ന് എനിക്ക് ബോധ്യമായി. ഒടുവിൽ ഞാൻ തോൽവി സമ്മതിച്ചു. ജിൻസി പറഞ്ഞതായിരുന്നു ശരി. തെരുവിൽ അലയുന്നതിനേക്കാളും പട്ടിണി കിടക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും മികച്ചത് ആ വീട് തന്നെയായിരുന്നു. എന്നാലും എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ അവിടുന്ന് മാറണമെന്ന ഉറപ്പിന്മേൽ ആ വീട്ടിലേക്ക് താമസം മാറാമെന്ന് ഞാൻ സമ്മതിച്ചു. ജിൻസി ഉടൻ തന്നെ
ആ വീട്ടുടമസ്ഥനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ ഭയപ്പെട്ടതുപോലെ അവിടെ അങ്ങനെ ഒരു അസ്വാഭാവികതയും ഞങ്ങൾക്ക് തോന്നിയില്ല. ഒരാഴ്ച സാധാരണ എന്നതുപോലെ കടന്നുപോയി. അയൽപ്പക്കത്തെ ആ മലയാളി ചേട്ടൻ പറഞ്ഞത് വെറും നുണയാണെന്ന് ഞാൻ കരുതി തുടങ്ങി. ആ വീടിന്റെ ഉടമസ്ഥൻ മിക്കപ്പോഴും യാത്രയിലായിരുന്നു. അദ്ദേഹം വല്ലപ്പോഴും കൂടി മാത്രമേ അവിടേക്ക് വരുമായിരുന്നുള്ളൂ. വിശാലമായ ആ വീട്ടിൽ ഞങ്ങൾ 2 പേർ മാത്രമേ സ്ഥിര താമസക്കാരായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകി. ആ വീടിന്റെ പഴമയും അവിടുത്തെ നിശബ്ദമായ അന്തരീക്ഷവും പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് പരിചിതമായി മാറി. അധിക ചിലവ് കുറഞ്ഞു തുടങ്ങിയപ്പോൾ എന്റെ ഉള്ളിലെ പേടിയും മെല്ലെ മാഞ്ഞു തുടങ്ങി. കാനഡയിലെ ജീവിതം വേഗതയേറിയതായിരുന്നു. അതായത് ഓരോ ദിവസങ്ങളും പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നു. രാവിലെ എഴുന്നേറ്റ് കോളേജിലേക്ക്, അവിടെ നിന്ന് നേരെ കോഫി ഷോപ്പിലെ ജോലിക്ക്, ഇടയ്ക്ക് അതിരാവിലെ കോഫി ഷോപ്പിലേക്ക് പോകേണ്ടതായി വരും. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. തണുപ്പത്ത് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ആദ്യം ആഗ്രഹിക്കുന്നത് ചൂടുള്ള ഒരു കാപ്പിയും എല്ലാം മറന്നുള്ള ഒരു ഉറക്കവുമാണ്. രാത്രിയിൽ വന്ന് ഭക്ഷണം പാകം ചെയ്ത് പഠിക്കാനുള്ളത് പഠിച്ചു തീരുമ്പോൾ തന്നെ നേരം ഒരുപാടാകും. തളർന്നുറങ്ങുന്നത് കൊണ്ട് ചുറ്റും എന്ത് നടക്കുന്നുവെന്ന് ശ്രദ്ധിക്കാൻ പോലും ഞങ്ങൾക്ക് സമയം കിട്ടിയിരുന്നില്ല. ആ ആഴ്ചയിലെ ഒരവധി ദിവസമായിരുന്നു അത്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അല്പം ആശ്വാസത്തോടെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. പുറത്ത് നല്ല മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നതുകൊണ്ട് മൂടി പുതച്ചു കിടന്ന് ഉറങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പെട്ടെന്നാണ് തട്ടിന് മുകളിൽ നിന്ന് ചില തട്ടലും മുട്ടലും കേട്ടത്. ആരോ നടക്കുന്നത് പോലെയാണ് ആദ്യം എനിക്ക് തോന്നിയത്. ഞങ്ങളതത്ര കാര്യമാക്കിയില്ല. പക്ഷേ ആ ശബ്ദങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. മരപ്പലകൾക്ക് മുകളിലൂടെ ആരോ അടിവച്ചടിവെച്ച് നടക്കുന്നത് പോലെയുള്ള ശബ്ദം. അതോടെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. എന്റെ നെഞ്ചിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാൻ പാകത്തിലായി. ഞാൻ ഉടനെ എന്റെ അരികിൽ കിടന്ന ജിൻസിയെ തട്ടി വിളിച്ചു. മുകളിൽ നിന്ന് അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേട്ടപ്പോൾ അവൾ ചെവി വട്ടം പിടിച്ചു. പഴയ വീടിന്റെ ചുമരുകൾക്കിടയിലൂടെ ആ ശബ്ദം പ്രതിധ്വനിച്ചു. പുറത്ത് നല്ല മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നതിനാൽ ചുറ്റുപാടും നിശബ്ദമായിരുന്നു. ആ നിശബ്ദതയിൽ തട്ടിൻപുറത്ത് നിന്ന് കേട്ട ശബ്ദങ്ങൾ എന്റെ മനസമാധാനം ഇല്ലാതാക്കി. അയൽപ്പക്കത്തെ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആ നിമിഷം എന്റെ ഓർമ്മയിൽ മിന്നിമറഞ്ഞു. അതോടെ ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ ജിൻസി എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് പഴയൊരു വീടല്ലേ, ഇതിന്റെ ഉടമസ്ഥരെങ്ങാനും വല്ലപ്പോഴും വന്നു പോകുമെന്നല്ലാതെ ഇവിടെ മുൻപ് സ്ഥിരമായി ആരും അങ്ങനെ താമസിക്കാറില്ലല്ലോ. അതിനാൽ ഏതെങ്കിലും ജീവികൾ തട്ടിൻപുറത്ത് കൂട് കൂട്ടിയതാവും. അത് വല്ല എലിയോ മരപ്പട്ടിയോ ആകാം. ജിൻസി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും അത് വിശ്വസിച്ചു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ശബ്ദങ്ങൾ ഒരു പതിവായി മാറി. ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് തട്ടിൻപുറത്ത് നിന്ന് പല ശബ്ദങ്ങളും കേട്ടു തുടങ്ങി. ചിലപ്പോൾ ആരോ വേഗത്തിൽ നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ കനമുള്ള എന്തോ അലച്ചു വീഴുന്നത് പോലെ. ഉറക്കമില്ലാത്ത ആ രാത്രികളിൽ ഞാൻ ജിൻസിയെ കെട്ടിപ്പിടിച്ചു കിടക്കും. ജോലിസ്ഥലത്തെ തിരക്കും പഠനഭാരവും കാരണം തട്ടിൻപുറത്ത് കയറി അതൊന്നും പരിശോധിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ ആ വീട്ടിലേക്ക് വന്നു കയറിയിരുന്നത്. ഒരു ദിവസം വൈകുന്നേരം, അന്ന് തണുപ്പ് കുറവായിരുന്നു. ആ അവധി ദിവസം ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി തിന്ന് വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് കരുതിയെങ്കിലും എന്റെ ഉള്ളിലെ പേടി കാരണം എനിക്കതിന് കഴിഞ്ഞില്ല. എന്റെ മുഖത്തെ വിളർച്ച കണ്ടപ്പോൾ ജിൻസിക്കാകെ ദേഷ്യം വന്നു. ഈ പേടി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കിവിടെ സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. ഇന്നിതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. അവൾ തട്ടിൻപുറത്ത് കയറി നോക്കാനുള്ള ഞാൻ അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും ജിൻസി അതൊന്നും കേട്ടില്ല. ആ പഴയ വീടിന്റെ സ്റ്റോർ റൂമിൽ ഒരു മരകോണി ഇരിപ്പുണ്ടായിരുന്നു. അവൾ അത് വലിച്ചിഴച്ച് ഹാളിന്റെ മുകളിലെ ചെറിയ വാതിലിന് കീഴെ കൊണ്ടുവച്ചു. ഏതെങ്കിലും പണിക്കാരെ വിളിച്ച് നോക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ജിൻസി ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കാൻ തയ്യാറായില്ല. കയ്യിൽ ഒരു ടോർച്ചുമായി അവൾ ആ മരഗോണിയിലേക്ക് വലിഞ്ഞു കയറി. തട്ടിൻപുറത്തെ ആ വുഡൻ ഡോറ് തള്ളി തുറന്നപ്പോൾ ഉണ്ടായ ശബ്ദം കേട്ടപ്പോൾ എന്റെ നെഞ്ച് ക്രമാതീതമായി ഇടിച്ചു. ആ തട്ടിൻപുറത്തേക്ക് വലിഞ്ഞു കയറിയ ജിൻസി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നോട് സംസാരിച്ചത്. ടോർച്ച് വെളിച്ചത്തിൽ അവൾ അവിടെ എല്ലാം പരിശോധിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് അവൾ വിളിച്ചു പറഞ്ഞു, ഇവിടെ പേടിക്കാൻ മാത്രമൊന്നുമില്ലടി.
വലിയൊരു ഇരുമ്പ് പെട്ടിയും അതിനുള്ളിൽ കുറെ പഴഞ്ഞൻ പുസ്തകങ്ങളുമുണ്ട്. ജിൻസി ആ പെട്ടി തുറക്കുന്ന ശബ്ദമൊക്കെ താഴെ നിന്ന് ഞാൻ കേട്ടിരുന്നു. ആ തട്ടിൻപുറത്തേക്ക് അവൾ എന്നെയും ക്ഷണിച്ചു. നീ ഒന്നിങ്ങോട്ട് വാ, ഇതൊക്കെ ഒന്ന് വന്ന് കാണ്. അവൾ എന്നെ നിർബന്ധിച്ചു. ജിൻസി എത്ര പറഞ്ഞിട്ടും എനിക്ക് ആ ഗോവണി കയറാനുള്ള ധൈര്യമുണ്ടായില്ല. ഇരുട്ട് നിറഞ്ഞ ആ തട്ടിൻപുറത്തേക്ക് നോക്കാൻ പോലും എനിക്ക് ഭയമായിരുന്നു. ഞാൻ അവളോട് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞെങ്കിലും ജിൻസി വന്നില്ല. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവൾ താഴേക്ക് ഇറങ്ങി വന്നത്. പോയ പോലെ അല്ലായിരുന്നു അവൾ തിരിച്ചെത്തിയത്. ഞാൻ അതുവരെ കാണാത്ത ഒരു ഗൗരവം അവളുടെ മുഖത്തപ്പോൾ ഉണ്ടായിരുന്നു. ജിൻസി എന്തിനെയോ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നത് പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. ആ രാത്രി അവൾ എന്നോട് അധികം സംസാരിച്ചില്ല. ജിൻസി ആ തട്ടിൻപുറത്ത് കയറി പരിശോധിച്ച ആ രാത്രിക്ക് ശേഷം ഒരു അത്ഭുതമുണ്ടായി. അന്ന് വരെ അവിടെ നിന്ന് കേട്ടിരുന്ന, ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ശബ്ദങ്ങൾ അത് പൂർണ്ണമായും നിലച്ചു. ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ഭയാനകമായ മറ്റൊന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ കഠിനമായ തണുപ്പ് കാരണം എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. പുതപ്പ് ശരിയാക്കി പുതയ്ക്കുന്നതിനിടയിൽ വെറുതെ അരികിലേക്ക് കൈനീട്ടിയ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ തൊട്ടടുത്തുറങ്ങിക്കിടന്ന ജിൻസിയെ അവിടെ കാണാനില്ല. സാധാരണ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും എണീക്കാത്ത സ്വഭാവക്കാരിയാണ് അവൾ. ജിൻസി ബാത്റൂമിൽ പോയതായിരിക്കുമെന്ന് കരുതി ഞാൻ കുറച്ചു നേരം അവളെ കാത്തിരുന്നു. പക്ഷെ നേരം ഒരുപാടായിട്ടും അവൾ വന്നില്ല. സമയം നോക്കിയപ്പോൾ ഏതാണ്ട് 2 മണി കഴിഞ്ഞിരുന്നു. പുറത്ത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആ ഏകാന്തതയിൽ എന്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ഞാൻ ബെഡിൽ നിന്ന് എണീറ്റ് മുറിയിൽ ലൈറ്റിട്ടു. മുറിയുടെ വാതിൽ പാതി ചാരിയ നിലയിലായിരുന്നു. ഞാൻ അവളെ ഉറക്കെ വിളിച്ചു. ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി എന്റെ കണ്ണുകൾ ഉടക്കിയത് ആ കാഴ്ചയിലേക്കാണ്. തട്ടിൻപുറത്തേക്ക് കയറാൻ പാകത്തിൽ ആ പഴയ ഗോവണി അവിടെ ചാരി വെച്ചിരിക്കുന്നതായി കണ്ടു. മുകളിലെ ആ ചെറിയ വാതിൽ അത് തുറന്നു കിടക്കുകയായിരുന്നു. ഈ പാതിരാത്രി കഴിഞ്ഞ സമയത്ത് അവൾ അവിടെ എന്തെടുക്കുകയായിരിക്കുമെന്ന ചിന്തയിൽ ഞാൻ ആ ഗോവണിയുടെ ചുവട്ടിൽ ചെന്ന് നിന്ന് മുകളിലേക്ക് നോക്കി. അവിടെ അധികം വെളിച്ചമൊന്നുമില്ലായിരുന്നു. ഞാൻ അവളെ വിളിക്കാൻ ആഞ്ഞപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. തട്ടിൻപുറത്ത് നിന്ന് ആരോ സംസാരിക്കുന്നു. അത് ജിൻസിയുടെ ശബ്ദമായിരുന്നില്ല. വളരെ പരിക്കൻ മട്ടിലുള്ള ഒരു പുരുഷ ശബ്ദം. ആരോടോ തർക്കിക്കുന്നത് പോലെയുള്ള ആ പുരുഷ ശബ്ദം കേട്ട് എന്റെ കാലിലെ തള്ളവിരലിൽ നിന്ന് ഒരു പെരുപ്പ് തലയിലേക്ക് ഇരച്ചു കയറി. ഏതോ ഗുഹാമുഖത്ത് നിന്നോ കിണറ്റിൽ നിന്നോ കേൾക്കുന്നത് പോലെയുള്ള പരുക്കനായ പുരുഷ ശബ്ദം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അങ്ങനെ മരച്ചു നിന്നുപോയി. പിന്നെ സർവ്വശക്തിയും എടുത്ത് ഞാൻ ജിൻസിയെ ഉറക്കെ വിളിച്ചു. എന്റെ നിലവിളി പോലെയുള്ള ആ ശബ്ദം ഉയർന്നതും തട്ടിൻപുറത്ത് നിന്ന് കേട്ട പരുക്കൻ സംസാരം പെട്ടെന്ന് നിലച്ചു. പിന്നീട് കണ്ടത് ജിൻസി തിടുക്കത്തിൽ ആ ഗോവണി ഇറങ്ങി വന്നതാണ്. അവളുടെ കോലം കണ്ട് ഞാൻ സ്തംഭിച്ചു പോയി. ജിൻസിയുടെ ചുരുളൻ മുടി ആകെ അഴിഞ്ഞുലഞ്ഞിരുന്നു. വസ്ത്രങ്ങളിൽ ആകെ പൊടിയും മാറാലയുമായിരുന്നു. എല്ലാറ്റിലും ഉപരി അവളുടെ കണ്ണുകൾ, അവയ്ക്ക് രക്തചുവപ്പായിരുന്നു. ജിൻസി കരഞ്ഞതാണോ അതോ അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ടാണോ ആ കണ്ണുകൾ അത്രയ്ക്കും ചുവന്നിരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവളുടെ അരികിലേക്ക് ചെന്നു. ജിൻസി, നീ ഈ അസമയത്ത് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അവൾ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഒരു അപരിചിതയെപ്പോലെ ജിൻസി എന്റെ മുന്നിൽ കൂടി ബെഡിൽ ചെന്ന് കിടന്നു. അവളുടെ ആ പെരുമാറ്റം എന്റെ ഹൃദയത്തെ കുത്തി നോവിച്ചു. ആ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ജിൻസി എനിക്ക് വെറുമൊരു കൂട്ടുകാരി മാത്രമായിരുന്നില്ല, മറിച്ച് അവൾ എനിക്ക് അമ്മയെപ്പോലെയായിരുന്നു. എന്റെ അമ്മയെപ്പോലെ അവൾ എന്നെ ശാസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ആ അപരിചിതമായ നാട്ടിൽ എന്റെ ധൈര്യം അവളായിരുന്നു. എന്നാൽ ആ രാത്രിക്ക് ശേഷം ജിൻസി ആകെ മാറിപ്പോയി. പഠനത്തിലും ജോലിയിലും എപ്പോഴും ഞാനായിരുന്നു പിന്നിൽ. എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ഉത്സാഹം അവൾക്കായിരുന്നു. പക്ഷേ അതെല്ലാം തലതിരിഞ്ഞു. ജിൻസി കോളേജിൽ പോകാൻ മടി കാണിച്ചു തുടങ്ങി. ജോലിക്ക് പോകാൻ വിളിക്കുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറും. ജിൻസിയുടെ ആ പഴയ പ്രസരിപ്പ് എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. അവൾക്ക് എപ്പോഴും ദേഷ്യമായിരുന്നു. എന്ത് ചോദിച്ചാലും തട്ടിക്കയറും. ഒരു ദിവസം രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവളോട് ചോദിച്ചു, ജിൻസി,
നീ വരുന്നില്ലേ? ഇങ്ങനെ അവധിയെടുത്താൽ നമ്മൾ നാട്ടിൽ വരുത്തിവെച്ച കടം അതാര് തീർക്കും? എന്റെ ആ ചോദ്യം കേട്ടതും അവൾ എന്നോട് കയർത്തി സംസാരിച്ചു. ജീവിതത്തിൽ അന്ന് വരെ ജിൻസി എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ലായിരുന്നു. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ നിന്റെ പണി നോക്കി പോയാൽ മതി. എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവൾ അങ്ങനെ പലതും വിളിച്ചു പറഞ്ഞു. പിന്നീട് പുതപ്പ് തലവഴി മൂടി കിടന്നു. ആ കിടപ്പിൽ അവൾ പല്ലിഞ്ഞരിക്കുന്ന ശബ്ദമെല്ലാം ഞാൻ കേട്ടു. ജിൻസിയുടെ ആ പ്രവൃത്തിയും അവളുടെ ആ സംസാരവും എന്റെ മനസ്സിൽ കൊണ്ടു. അന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയത്. പിന്നെ അതൊരു പതിവായി. ജോലിയും പഠിത്തവുമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ ആ വീടാകെ ഇരുട്ടിലാണ്ട് കിടക്കും. അകത്തെയോ പുറത്തെയോ ലൈറ്റുകൾ തെളിക്കില്ല. ജിൻസി മുറിയിൽ ഉണ്ടാകില്ല. ഭയന്ന് വിറച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തട്ടിൻപുറത്ത് നിന്ന് ശബ്ദങ്ങൾ ഇരച്ചെത്തും. അവിടെ ആരോ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഒരാളല്ല, ഒന്നിലധികം പേർ അവിടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കും വിധം പല ആൾക്കാരുടെ ശബ്ദങ്ങൾ അവിടെ നിന്ന് കേൾക്കും. മനസ്സിലാകാത്ത എന്തോ ഭാഷയിലാണ് ആ സംസാരം. ചിരിയും തർക്കങ്ങളും, ചിലപ്പോൾ ഉച്ചത്തിൽ ഏങ്ങലടിച്ചുള്ള കരച്ചിലും അവിടെ നിന്ന് ഉയർന്നു കേൾക്കാം. ആ പഴയ വീടിന്റെ തടി കൊണ്ടുള്ള ചുമരുകൾ തട്ടി ഭയാനകമാം വിധം ആ ശബ്ദങ്ങളൊക്കെയും മുഴങ്ങി കേൾക്കുമായിരുന്നു. ആരുമില്ലാത്ത ഈ വീട്ടിൽ ജിൻസി ആരോടാണ് ഈ സംസാരിക്കുന്നത്? താഴെ നിന്ന് ഞാൻ പലവട്ടം വിളിച്ചാലേ അവൾ വിളി കേൾക്കൂ. ജിൻസി, താഴെ ഇറങ്ങി വാ, എനിക്ക് പേടിയാകുന്നു. അങ്ങനെ ഞാൻ കെഞ്ചി പറയുമ്പോൾ അവൾ താഴെ ഇറങ്ങി വരും. ആ സമയത്ത് അവളുടെ മുഖത്ത് കടുത്ത ദേഷ്യമായിരിക്കും. നിനക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ജിൻസി താഴേക്കിറങ്ങി വരുന്നത്. അവളുടെ സ്വഭാവമാറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്നെയാണെങ്കിലും അവളുടെ അമ്മയെയും അക്കാര്യം വല്ലാണ്ട് അലട്ടാൻ തുടങ്ങിയിരുന്നു. ദിവസത്തിൽ 3 തവണയെങ്കിലും വീട്ടിലേക്ക് വിളിക്കുന്നവളാണ് ജിൻസി. പക്ഷേ അപ്പോൾ അവൾ ഫോൺ തൊടാറേയില്ലായിരുന്നു. അതെവിടെയാണെന്ന് പോലും അവൾ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഒടുവിൽ അവൾക്ക് എന്ത് പറ്റിയെന്നറിയാൻ ജിൻസിയുടെ അമ്മ എന്നെ വിളിച്ചു. മരിയേ, ജിൻസിക്ക് എന്താ പറ്റിയത്? അവൾ എന്താ ഫോൺ എടുക്കാത്തത്? അവൾക്ക് വയ്യാതിരിക്കുകയാണോ? ആ അമ്മയുടെ കരച്ചിൽ കേട്ടപ്പോൾ എന്റെ കണ്ണുകളും നിറഞ്ഞു. പക്ഷേ സത്യം പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. അവൾ പഠിത്തത്തിന്റെ തിരക്കിലാകുമെന്ന് ഞാനൊരു കള്ളം പറഞ്ഞു. ജിൻസി ജോലിക്ക് പോകാതെ വന്നതോടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റി. കാനഡയിലെ ഭാരിച്ച ജീവിത ചെലവും നാട്ടിലെ കടവും എന്റെ ചുമലിലായി. പകൽ അന്തിയോളം ഞാൻ കഷ്ടപ്പെട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണമായിരുന്നു വാടക നൽകാനും ഭക്ഷണം കഴിക്കാനും. പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എന്റെ ഉള്ളിലെ ആദി കൂടി. ഒരു വശത്ത് സാമ്പത്തിക തകർച്ച, മറുവശത്ത് എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ അസാധാരണമായ മാറ്റങ്ങൾ. ഞാൻ ശരിക്കും തകർന്നു പോയി. ജിൻസി ആകെ ക്ഷീണിച്ചു. അവളുടെ മുഖത്തെ തിളക്കം എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. പകൽ മുഴുവനും അവൾ ഉറങ്ങിത്തീർക്കും. ഞാൻ ജോലിക്ക് പോകുന്നതോ വരുന്നതോ അവൾ അറിയാറ് പോലുമില്ലായിരുന്നു. എന്നാൽ ഇരുട്ട് കനക്കുന്നതോടെ അവൾ ഉറക്കം വിട്ടുണരും. പിന്നെ ജിൻസി ആ തട്ടിൻപുറത്തേക്ക് വലിഞ്ഞു കയറും. അവൾ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടുന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തിയിരുന്നു. എന്നിട്ടും മുകളിൽ കയറി നോക്കാനുള്ള ധൈര്യം എനിക്കപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ പലതും പറഞ്ഞ് അവൾ എന്നെ ആ തട്ടിൻപുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്റെ മനസ്സ് അതിനെ വിലക്കി. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രാർത്ഥനാ വസ്തുക്കൾ, അതായത് കൊന്ത, ബൈബിൾ, അതെല്ലാം ഞാൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് അവൾ നശിപ്പിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നതും അവൾക്കിഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അതിനെ ചൊല്ലി അവൾ എപ്പോഴും എന്നോട് വഴക്ക് കൂടുമായിരുന്നു. മൊത്തത്തിൽ എനിക്കറിയാവുന്ന ജിൻസിയിൽ നിന്ന് അവൾ ഏറെ മാറിപ്പോയിരുന്നു. ഒരു ദിവസം രാത്രി സഹി കെട്ട് ഞാൻ അവളോട് പറഞ്ഞു, ജിൻസി, നമുക്കിവിടെ നിന്ന് താമസം മാറാം. ആ മലയാളി ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാനത് പറഞ്ഞു തീർന്നതും അവൾ കട്ടിൽ നിന്ന് ചാടി എണീറ്റ് എന്നെ തല്ലാൻ കൈകൾ പൊക്കി. നീ വേണമെങ്കിൽ പൊക്കോ, ഞാൻ ഇവിടം വിട്ട് എവിടേക്കുമില്ല. അവളുടെ പരുഷമായ പെരുമാറ്റം എന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി. അന്ന് രാത്രി ഞങ്ങൾ തമ്മിൽ വലിയ വഴക്കുണ്ടായി. ഒന്നിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയ ഞങ്ങൾക്കിടയിൽ ഒരു വലിയ മതിലുയരുന്നത് പോലെ എനിക്ക് തോന്നി. കരഞ്ഞു തളർന്ന്
ഞാൻ എപ്പോഴോ അന്ന് ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിപ്പിടഞ്ഞുണർന്നു. നോക്കിയപ്പോൾ അരികിൽ ജിൻസി ഇല്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഭയന്ന് പിന്മാറിയില്ല. ജിൻസിയുടെ ഈ മാറ്റത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ തോന്നിയ ഒരു ധൈര്യത്തിൽ ഞാൻ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഹാളിന്റെ നടുവിൽ ആ മരഗോവണി മുകളിലേക്ക് ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഓരോ പടികൾ കയറുമ്പോഴും ഭയം കൊണ്ട് എന്റെ ഹൃദയം നിലച്ചു പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. തട്ടിൻപുറത്തെ ചെറിയ കതക് അത് തുറന്നു കിടക്കുകയായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ ഞാൻ അതിന് മുകളിലേക്ക് എത്തി നോക്കി. അവിടെ കണ്ട കാഴ്ച കണ്ട് എന്റെ ശ്വാസം പോലും നിലച്ചുപോയി. തട്ടിൻപുറത്ത് 3-4 മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരുന്നു. ഒരു വലിയ ഇരുമ്പ് പെട്ടി തുറന്നിരിക്കുന്നതും അതിനു ചുറ്റും കുറെ തുണികളും പുസ്തകങ്ങളും വാരി വലിച്ചിട്ടിരിക്കുന്നതും കണ്ടു. അതിന് നടുവിലാണ് ജിൻസി ഇരിക്കുന്നത്. അവൾക്ക് തൊട്ടു മുന്നിൽ വലിയൊരു തടിയൻ പുസ്തകം നിവർത്തി വെച്ചിരിക്കുന്നു. ജിൻസിക്ക് ചുറ്റും കുറെ തൂവലുകൾ പറന്നുയരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ നടുക്കിയത് അവൾ അവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ ജിൻസി ഒരു കോഴിയെ കടിച്ച് പറിച്ച് പച്ചയോടെ കഴിക്കുകയായിരുന്നു. അവൾ ആ പച്ച ഇറച്ചി കടിച്ച് പറിച്ച് ഭക്ഷിക്കുന്ന ശബ്ദം ആ രാത്രിയിലെ നിശബ്ദതയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. ജിൻസിയുടെ വായിൽ നിന്നും ആ കോഴിയുടെ ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അത് അവളുടെ വസ്ത്രത്തിലും താഴെ തുറന്നു വെച്ചിരിക്കുന്ന ആ പുസ്തകത്തിലും പടർന്നിരുന്നു. ആ ഭീകരമായ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. എനിക്കറിയാവുന്ന എന്റെ ജിൻസി അല്ലായിരുന്നു അത്. അവളുടെ ആ പ്രവൃത്തി ഒരു മാംസഭൂജിയായ മൃഗത്തിന് തുല്യമായിരുന്നു. ഭയത്താൽ എനിക്ക് ഉറക്കെ നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്റെ ശബ്ദം തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. ആ ഒരു രാത്രി ഞാൻ എങ്ങനെ തള്ളി നീക്കിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഗോവണിയിൽ നിന്ന് ഞാൻ ശബ്ദമുണ്ടാക്കാതെ താഴേക്കിറങ്ങി. പിന്നീട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കയിൽ വന്ന് അനങ്ങാതെ കിടന്നു. പുതപ്പിനടിയിൽ കിടന്ന് വിറയ്ക്കുമ്പോഴും തട്ടിൻപുറത്ത് നിന്ന് ജിൻസി ആ പച്ച ഇറച്ചി കടിച്ചു കീറി തിന്നുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. നേരം വെളുത്തിട്ടും അവൾ താഴേക്ക് വന്നില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്താകെ മഞ്ഞ മൂടി കിടക്കുകയായിരുന്നു. പക്ഷേ ഭയം കൊണ്ട് ആ കടുത്ത തണുപ്പൊന്നും ഞാനത്ര കാര്യമാക്കിയില്ല. ഞാൻ മുറ്റത്തേക്കിറങ്ങിയതും ഒരു സ്ത്രീ ആ പരിസരത്തെല്ലാം എന്തോ തിരയുന്നതായി കണ്ടു. ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് കാര്യം തിരക്കി. അപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ അവരുടെ കോഴിക്കൂട് തുറന്നാണ് കിടന്നതെന്നും കൂട്ടിലുണ്ടായിരുന്ന കോഴികൾ ചിലതിനെ കാണാനില്ലെന്നും പറഞ്ഞ് അവർ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ആ സ്ത്രീയുടെ കോഴികൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും ഞാൻ അവരോട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. അല്പം കഴിഞ്ഞപ്പോൾ അവർ തിരച്ചിൽ അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. നിങ്ങൾക്ക് ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും ഞാൻ നേരിൽ കണ്ട കാഴ്ചകളാണിതെല്ലാം. അകത്ത് വന്നപ്പോൾ കണ്ടത് ഒന്നും അറിയാത്തവളെ പോലെ ബെഡിൽ സുഖമായി ഉറങ്ങുന്ന ജിൻസിയെയാണ്. അവളുടെ മുഖത്തും കൈകളിലുമായി അപ്പോഴും ചോരപ്പാടുകൾ ഉണങ്ങിപ്പിടിച്ചിരിക്കും. എന്നെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചതും ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നവളും ജിൻസിയാണ്. ആ അവളാണ് ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത്. ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഓർത്തപ്പോൾ എനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഞാൻ അവളുടെ പുതപ്പ് വലിച്ചു മാറ്റി. അവളെ തട്ടി വിളിച്ചു. ഉറക്കം തടസ്സപ്പെട്ടതോടെ അവൾ ദേഷ്യത്തിൽ ബെഡിൽ നിന്ന് എണീറ്റു. ജിൻസിയുടെ കണ്ണുകളിലെ ആ ചുവപ്പ്, അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവളുടെ ആ കണ്ണുകളിൽ ഞാൻ കണ്ട ആ വന്യത, അതെനിക്കൊരിക്കലും മറക്കാനാവില്ല. ഞാൻ അവളെ ഉപദേശിക്കാൻ ശ്രമിച്ചതും അവൾ ആ കട്ടിൽ നിന്ന് ചാടി എണീറ്റു. ആ നിമിഷം ജിൻസിക്ക് ഞങ്ങളുടെ സൗഹൃദമൊന്നും ഓർമ്മയില്ലായിരുന്നു. എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവൾ എന്നെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. ആ സമയത്ത് ജിൻസിയുടെ കൈകൾക്ക് അസാധാരണമായ ശക്തിയുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവളുടെ ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്? നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഒരിടത്തിരുന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ജിൻസി എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവളുടെ ആ ഭാവമാറ്റം കണ്ടപ്പോൾ എന്റെ ശ്വാസം തന്നെ നിലച്ചുപോയി. ജിൻസിയുടെ മാറ്റം എന്നെ മാനസികമായി തളർത്തിയിരുന്നു. അവളുടെ ക്രൂരമായ പെരുമാറ്റം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. എങ്കിലും അവളെ കൈവിടാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ആ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായത്തിനായി ഞാൻ ഒരാളെ കൂട്ടുപിടിച്ചു. എന്റെ ഒപ്പം പഠിക്കുന്ന ജസ്റ്റിൻ എന്ന മലയാളിയോട്
ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. ജസ്റ്റിൻ ഞങ്ങളെപ്പോലെയല്ലായിരുന്നു. കുറെ കാലമായി അവൻ കാനഡയിലുണ്ട്. അവിടുത്തെ രീതികളെല്ലാം അവന് നന്നായി അറിയാമായിരുന്നു. ഒരു ദിവസം വൈകിട്ട് കിട്ടിയ ഫ്രീ ടൈമിൽ ഞാൻ അവനോട് ജിൻസിയുടെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു. ആദ്യം അതെല്ലാം കേട്ടപ്പോൾ അവനതത്ര കാര്യമാക്കിയില്ല. വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയതാവുമെന്ന് പറഞ്ഞ് ജസ്റ്റിൻ എന്നെ സമാധാനിപ്പിക്കാനാണ് നോക്കിയത്. പക്ഷേ എന്റെ ഭയം കണ്ടപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം ജസ്റ്റിൻ ഞങ്ങളുടെ PGയിലേക്ക് വരാമെന്നേറ്റു. പറഞ്ഞതുപോലെ തന്നെ അവൻ അടുത്ത ദിവസം വൈകിട്ട് ഞങ്ങൾ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വന്നു. ജിൻസി ആ സമയത്ത് ഹാളിന്റെ ഒരറ്റത്ത് തിരിക്കുകയായിരുന്നു. ജസ്റ്റിൻ അവളുടെ സുഹൃത്തു കൂടിയാണ്. എന്നാലും അവനെ കണ്ടിട്ട് അവൾ യാതൊരു പരിചയവും കാണിച്ചില്ല. പകരം ജിൻസി ജസ്റ്റിനെ തുറിച്ചു നോക്കി. അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ വികൃതമായി ചിരിക്കുകയും മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ജസ്റ്റിനെ അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് ജിൻസിയെ അല്ലായിരുന്നു എന്ന് വേണം പറയാൻ. അവളുടെ ആ പെരുമാറ്റം കണ്ടപ്പോൾ ജസ്റ്റിൻ ശരിക്കും ഞെട്ടിപ്പോയി. പിന്നീട് അവൻ അവന്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവൾക്ക് വല്ല മാനസികമായ പ്രശ്നങ്ങളാണോ അതോ മറ്റു വല്ലതുമാണോ അവളുടെ സ്വഭാവമാറ്റത്തിന് പിന്നിലെന്ന് അവർക്ക് നല്ല നിശ്ചയമില്ലായിരുന്നു. അങ്ങനെ ആ ചർച്ചയ്ക്കൊടുവിൽ ജിൻസിയെ പഴയ രീതിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഒരു ആത്മീയ സഹായമാണ് വേണ്ടതെന്ന് അവൻ പറഞ്ഞു. ആ സിറ്റിയിൽ വർഷങ്ങളായി താമസിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ അറിവുള്ള ഒരു വൈദികനെ കുറിച്ച് അവർക്ക് വിവരം ലഭിച്ചു. ജസ്റ്റിൻ നേരിട്ട് പോയി ആ ഫാദറെ കണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് വിവരിച്ചു. ആദ്യം അദ്ദേഹം വരാൻ മടിച്ചെങ്കിലും ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ആ വൈദികൻ വരാമെന്ന് സമ്മതിച്ചു. അടുത്ത ദിവസം വൈകുന്നേരം ജസ്റ്റിനോടൊപ്പം പ്രായമായ ആ ഫാദർ ഞങ്ങളുടെ വീട്ടിലെത്തി. അദ്ദേഹത്തെ കണ്ടപ്പോഴേ എനിക്ക് വലിയൊരു ആശ്വാസം തോന്നി. വീടിന്റെ പടി കടന്ന് അദ്ദേഹം അകത്തെത്തിയതും ഹാളിൽ തന്നെ അദ്ദേഹം കുറച്ചു നേരം നിന്നു. പിന്നീട് ചുറ്റുവട്ടം സസൂക്ഷ്മം നിരീക്ഷിച്ചു. പ്രത്യേകിച്ചും ആ തട്ടിൻപുറത്തേക്ക് നോക്കി ഫാദർ കുറേ നേരം അനങ്ങാതെ നിന്നു. ആ സമയത്ത് മുകളിൽ നിന്ന് എന്തോ താഴെ വീഴുന്നൊരു ശബ്ദം കേട്ടു. ജിൻസി ആ സമയം തട്ടിൻപുറത്തായിരുന്നു. ഫാദർ ആ ഗോവണി കയറി മുകളിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ പിന്നാലെ ഞങ്ങളും അവിടേക്ക് ചെന്നു. ഫാദറിനെ അവിടെ കണ്ടതും ജിൻസിയുടെ കണ്ണുകൾ അസാധാരണമാം വിധം വികസിച്ചു. അദ്ദേഹം അവളെ ശ്രദ്ധിക്കാതെ ശാന്തനായി കൈവശമുണ്ടായിരുന്ന ബൈബിൾ തുറന്ന് അതിലെ വാചകങ്ങൾ ഉറക്കെ വായിക്കാൻ തുടങ്ങി. ആ വചനങ്ങൾ കേട്ടതും അവൾ വല്ലാതെ പ്രകോപിതയായി. ജിൻസി അലറാനും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ തട്ടിത്തെറിപ്പിക്കാനും തുടങ്ങി. വളരെ പരുക്കനായ പുരുഷ ശബ്ദത്തിൽ അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ ഫാദർ പിന്മാറിയില്ല. അദ്ദേഹം നിർത്താതെ ബൈബിളിലെ വചനങ്ങൾ വായിച്ചുകൊണ്ടേയിരുന്നു. ആ ശബ്ദം ആ തട്ടിൻപുറത്താകെ പ്രതിധ്വനിച്ചപ്പോൾ അതുവരെ ഞങ്ങളെ ഉപദ്രവിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്ന ജിൻസി പെട്ടെന്ന് നിശ്ചലയായി. അനക്കമറ്റ് അവൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടതും ഫാദർ അവളുടെ അരികിലേക്ക് നീങ്ങി. തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളിക്കുരിശ് കയ്യിലെടുത്ത് അദ്ദേഹം അവളുടെ നെറ്റിയിൽ അമർത്തിപ്പിടിച്ചു. എനിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ആ വൈദികൻ ജിൻസിയുടെ മുഖത്തേക്ക് നോക്കി എന്തൊക്കെയോ പറഞ്ഞു. അത് കണ്ടപ്പോൾ അദ്ദേഹം അവളോട് എന്തൊക്കെയോ ആജ്ഞാപിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ആ സമയത്ത് അവൾ ഉറക്കെ നിലവിളിച്ചു. അവളുടെ ശരീരം വല്ലാതെ വിറയ്ക്കുകയും ശ്വാസം കിട്ടാതെ പിടയുകയും ചെയ്തു. ഒടുവിൽ സകല ശക്തിയും ചോർന്നു പോയതുപോലെ ജിൻസി തറയിലേക്ക് കുഴഞ്ഞു വീണു. ബോധം കെട്ട് നിലത്ത് വീണ് കിടന്ന എന്റെ കൂട്ടുകാരിയെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷേ ഫാദർ അവളെ ഉണർത്തുന്നത് വിലക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞു, അവൾ ഉണർന്നോളും, നമുക്ക് കാത്തിരിക്കാം. ജിൻസി മയങ്ങിക്കിടന്ന സമയത്ത് അദ്ദേഹം ആ തട്ടിൻപുറം ആകെ നിരീക്ഷിച്ചു. അവിടെ ഉണ്ടായിരുന്ന പെട്ടിയും അതിന് ചുറ്റിനും വാരി വലിച്ചിട്ടിരുന്ന പുസ്തകങ്ങളും അദ്ദേഹം നോക്കി. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ മെല്ലെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. എന്നെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് എന്ത് പറ്റിയെന്നും അവൾ എവിടെയാണെന്നുമൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു. ജിൻസിയുടെ ശബ്ദത്തിലെ പരിഭ്രമം കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന കാര്യങ്ങളൊന്നും തന്നെ അവൾക്കപ്പോൾ ഓർമ്മയില്ലായിരുന്നു. അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നതിന് മുൻപായി ഫാദർ ഞങ്ങൾ 2 പേരെയും അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ സ്ഥലം സുരക്ഷിതമല്ല.
ഇവിടെ സാത്തനിക് ശക്തിയുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. ജിൻസി ആ ശക്തിയുടെ പിടിയിലായതാണ്. എത്രയും വേഗം അവിടെ നിന്ന് താമസം മാറണമെന്ന് അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചു. ആ വൈദികൻ നൽകിയ മുന്നറിയിപ്പ് കേട്ടതോടെ ഒരു നിമിഷം പോലും ആ വീട്ടിൽ തുടരാൻ എനിക്ക് ഭയമായി. ജസ്റ്റിന്റെ നിർബന്ധപ്രകാരം അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും പുസ്തകങ്ങളും മാത്രം എടുത്ത് ഞങ്ങൾ അവന്റെ വീട്ടിലേക്ക് മാറി. ജസ്റ്റിന്റെ പേരൻസ് കാനഡയിൽ സെറ്റിൽഡ് ആയവരാണ്. വളരെ സ്നേഹത്തോടെയാണ് അവർ ഞങ്ങളെ സ്വീകരിച്ചത്. വൈപ്പിനിലെ എന്റെ സ്വന്തം വീട്ടിലെത്തിയതുപോലുള്ള ഒരു സുരക്ഷിതത്വം എനിക്കവിടെ അനുഭവപ്പെട്ടു. ജിൻസി പതുക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നു. ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് കോളേജിൽ പോകാൻ തുടങ്ങി. ജസ്റ്റിന്റെ വീട്ടിൽ അധികകാലം നിൽക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് പഠനത്തിനും ജോലിക്കുമിടയിലുള്ള ഒഴിവ് സമയങ്ങളിൽ ഞങ്ങൾ പുതിയൊരു താമസ സ്ഥലം തിരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ സിറ്റിയിലെ വാടക നിരക്ക് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. മിക്കയിടത്തും വലിയ തുക അഡ്വാൻസ് നൽകണമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ വരുമാനത്തിന്റെ പകുതിയിലധികവും വാടക ഇനത്തിൽ ചിലവാക്കേണ്ടി വരുമായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും പുതിയൊരു വീട് കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. വീട് കിട്ടാതെ വന്നതോടെ ജിൻസി ആകെ അസ്വസ്ഥയാകാൻ തുടങ്ങി. അങ്ങനെ 1-2 ആഴ്ച കടന്നുപോയി. ജിൻസിയുടെ സ്വഭാവത്തിൽ വീണ്ടും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പഴയതുപോലെ അവൾ ആരോടും വഴക്കിട്ടില്ലെങ്കിലും അവൾ അധികമൊന്നും മിണ്ടാതെയായി. ഒരു വൈകുന്നേരം ജിൻസി എന്നോട് പറഞ്ഞു, മരിയ, ഇങ്ങനെ എത്ര നാൾ നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കും? അവർ സ്നേഹമുള്ളവരായിരിക്കാം, പക്ഷേ നമ്മൾ അവർക്കൊരു ബാധ്യതയാകരുത്. പിന്നീട് അവളുടെ സംസാരത്തിന്റെ കടുപ്പമേറി. അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുവെന്നും പഴയ ആ PGയിൽ ഇതിൽ കൂടുതൽ സൗകര്യം ഉണ്ടായിരുന്നുവെന്നും അവൾ വാദിച്ചു തുടങ്ങി. ഞാൻ പലതും പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ നോക്കി. പക്ഷേ ജിൻസി അതൊന്നും ചെവിക്കൊണ്ടില്ല. ഒരു ദിവസം രാവിലെ എല്ലാവരോടും വഴക്കിട്ട് ജിൻസി തന്റെ ബാഗുകൾ പാക്ക് ചെയ്തു. ആ വീട്ടിലേക്ക് പോകണമെന്ന് അവൾ ശാഠ്യം പിടിച്ചു. ഞാനും ജസ്റ്റിനും അവളെ തടയാൻ നോക്കിയെങ്കിലും അവളത് കേട്ടില്ല. എന്റെ കണ്ണീരോ സുഹൃത്തുക്കളുടെ സ്നേഹമോ അവളുടെ മനസ്സ് മാറ്റാൻ പര്യാപ്തമായിരുന്നില്ല. ഒടുവിൽ ആരോടും പറയാതെ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ജിൻസി വീണ്ടും ആ പഴയ PGയിലേക്ക് മടങ്ങിപ്പോയി. അവൾ പോയതോടെ എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. പക്ഷേ ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഞാൻ ജസ്റ്റിന്റെ വീട്ടിൽ തന്നെ തുടർന്നു. കോളേജിൽ പോകുമ്പോൾ അവൾ വരുന്നുണ്ടോ എന്ന് നോക്കി ഓരോ ദിവസവും ഞാൻ ക്ലാസിന്റെ വാതിക്കലേക്ക് നോക്കും. പക്ഷേ ജിൻസി വന്നില്ല. ജോലിസ്ഥലത്തും അവളുടെ അസാന്നിധ്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ പാതി വഴിയിൽ തകർന്നു പോകുമോ എന്ന് ഞാൻ ഭയന്നു. പലതവണ ഞാൻ അവളെ ഫോൺ വിളിച്ചെങ്കിലും അവൾ ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല. എന്റെ മെസ്സേജുകൾക്കും മറുപടി ഇല്ലായിരുന്നു. ജിൻസിയുടെ അമ്മ അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടാഞ്ഞതിനാൽ എന്നെ വിളിച്ച് കരയാൻ തുടങ്ങി. ജിൻസി എന്താണ് വീട്ടിലേക്ക് വിളിക്കാത്തതെന്നും ഫോൺ വിളിച്ചിട്ട് എന്താണ് എടുക്കാത്തതെന്നും ചോദിച്ച് അവളുടെ അമ്മ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ നിന്ന് വിറച്ചു. എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ തൽക്കാലത്തേക്ക് ആ അമ്മയെ ആശ്വസിപ്പിച്ചു. ജിൻസി വീണ്ടും ആ നിഗൂഢ ശക്തികളുടെ പിടിയിൽ അമർന്നു പോയോ എന്ന സംശയം എന്റെ ഉറക്കം കെടുത്തി. ഒടുവിൽ ജസ്റ്റിനോടൊപ്പം അവിടം വരെ പോകാൻ ഞാൻ തീരുമാനിച്ചു. അവൻ അവിടേക്ക് വരാൻ നല്ല പേടിയുണ്ടായിരുന്നു. എന്നിരുന്നാലും ജിൻസിക്ക് എന്ത് പറ്റിക്കാണുമെന്നുള്ള ചിന്ത അവനെയും അലട്ടിയിരുന്നു. അങ്ങനെ ജസ്റ്റിന്റെ കാറിൽ ഞാനും അവനും അവന്റെ മറ്റു 2 സുഹൃത്തുക്കളുമായി ആ വീട്ടിലേക്ക് പുറപ്പെട്ടു. കാറ് ആ വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അങ്ങനെ ഒരുവിധം ധൈര്യം സംഭരിച്ച് ഞങ്ങൾ ആ വീട്ടിലെത്തിച്ചേർന്നു. ആ വീടും പരിസരവും ആകെ നിശബ്ദമായിരുന്നു. കതകും ജനലുകളുമെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ ചിലവഴിച്ച ഓരോ നിമിഷത്തിലും എന്റെ മനസ്സ് തിരിച്ചു പോകൂയെന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ജിൻസിയെ കാണാതെ എങ്ങനെയാ തിരിച്ചു പോവുക? ഞങ്ങൾ വാതിൽ മുട്ടി വിളിച്ചെങ്കിലും അകത്തുനിന്ന് യാതൊരു മറുപടിയും ഉണ്ടായില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചങ്ങനെ നിന്ന സമയത്ത് അകത്തുനിന്ന് വിചിത്രമായ ചില ശബ്ദങ്ങൾ കേട്ടു. പല ആൾക്കാർ ഒരേ സമയം ഒന്നിച്ചു ചിരിക്കുന്നത് പോലെ. എത്ര ശ്രമിച്ചിട്ടും ആ ഡോറ് തുറക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒടുക്കം ജസ്റ്റിൻ ആ വീടിന്റെ ജനൽ ചില്ല് പൊട്ടിച്ച് അകത്തേക്ക് എത്തി നോക്കി. അകത്തെ ആ മുറിയിൽ തറയിലായി ജിൻസി അനങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചുറ്റിനും കുറെ പുസ്തകങ്ങൾ ചിതറിക്കിടന്നിരുന്നു. പക്ഷെ അവളുടെ നോട്ടം ശൂന്യതയിലേക്കായിരുന്നു. ഞങ്ങൾ തുടർച്ചയായി
അവളെ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ജിൻസി പ്രതികരിച്ചതേയില്ല. അങ്ങനെ അവസാനം ജസ്റ്റിനും അവന്റെ സുഹൃത്തുക്കളും ചേർന്ന് ആ വീടിന്റെ കതക് തല്ലിപ്പൊളിച്ച് അകത്ത് കടന്നു. തറയിൽ ഭിത്തിയിലേക്ക് ചാരിയിരുന്ന ജിൻസി അപ്പോഴും ശബ്ദിച്ചില്ല. ഞങ്ങൾ അവളുടെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് അവൾക്ക് ജീവനില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവളുടെ കഴുത്തിലായി വലിയൊരു മുറിവ് കണ്ടു. ഏതോ മൃഗം കടിച്ചു പറിച്ചതുപോലെ വലിയൊരു മുറിവായിരുന്നു അത്. എനിക്ക് ആ കാഴ്ച കണ്ട് സഹിക്കാനായില്ല. ഞാൻ അലമുറയിട്ട് കരഞ്ഞു. എന്തോ കണ്ട് ഭയന്നതുപോലെ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചാണിരുന്നത്. കൈകാലുകൾ വളഞ്ഞു തിരിഞ്ഞ് ആകെ വികൃതമായി കാണപ്പെട്ടു. ജിൻസി ഈ ലോകം വിട്ട് പോയി എന്ന സത്യം ഉൾക്കൊള്ളാൻ എനിക്കേറെ കാലം വേണ്ടി വന്നു. ആ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് കൃത്യം 8 വർഷം തികയുന്നു. ഒത്തിരി സ്വപ്നങ്ങളുമായി കാനഡയിലേക്ക് പറന്ന ഞങ്ങൾ രണ്ടുപേരിൽ ഒടുക്കം ഞാൻ മാത്രം തിരിച്ചെത്തി. യഥാർത്ഥത്തിൽ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവിടുത്തെ പോലീസ് അവളുടെ ദുരൂഹമരണത്തിന് പിന്നിലെ കാരണമറിയാൻ കുറെ അലഞ്ഞെങ്കിലും അവർക്കും കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ പഴയ വീട് പിന്നീട് പൊളിച്ചു നീക്കിയെങ്കിലും ആ സ്ഥലത്തെക്കുറിച്ച് ഭയാനകമായ പല കഥകളും അവിടെ പ്രചരിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ജിൻസിയെപ്പറ്റി ചിന്തിക്കാറുണ്ട്. അവൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കാമെന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. കാരണം വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ ജിൻസിയുടെ സ്വഭാവം പെട്ടെന്നാണ് മാറി മറിഞ്ഞത്. ആ വീടിന്റെ തട്ടിമ്പുറത്ത് കയറിയ അന്ന് മുതലാണ് ജിൻസി അല്ലാണ്ടായത്. അവിടുത്തെ പള്ളിയിലെ ഫാദർ പറഞ്ഞതുപോലെ അവളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും നിയന്ത്രണം ഏതോ നിഗൂഢമായ ഒരു ശക്തിയുടെ പിടിയിലായിപ്പോയി എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം അവളുടെ സംസാരം, ആ ഭയാനകമായ പെരുമാറ്റം, അതെല്ലാം ഞാൻ നേരിട്ട് കണ്ടതാണ്. അമിതമായ ആത്മവിശ്വാസമാണ് അവളെ ആ അപകടത്തിലേക്ക് നയിച്ചത്. ചുറ്റുമുള്ളവരുടെ മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോൾ ഒരുപക്ഷെ തിരിച്ചു വരാൻ പറ്റാത്ത ഗർത്തത്തിലേക്ക് നമ്മൾ വീണു പോകും. യുക്തി കൊണ്ട് മാത്രം അളക്കാൻ കഴിയാത്ത ചില ശക്തികൾ ഈ ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്റെ അനുഭവത്തിലൂടെ എനിക്കുണ്ടായ വിശ്വാസമാണ്.